ഇബ്രാസേ എങ്ങനെ ഈ നമ്മള് എ ബുക്കും ബി ബുക്കും ചൂസ് ചെയ്യാ? ഈ എ ബുക്ക് ബി ബുക്ക് പറയുമ്പോൾ എ ബുക്ക് എന്ന് പറയുമ്പോൾ അവരെ ലാഭം എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ആണ്. ഇപ്പൊ ബാങ്ക് നോർമലി ഒരു 10 സ്പ്രെഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എ ബുക്കും അവർ ഒരു 10 കൂടി ആഡ് ചെയ്താണ്ട് നമുക്ക് തരും. ഇപ്പൊ ബി ബുക്ക് ആവുമ്പോൾ അവരെ ലാഭം എന്ന് പറഞ്ഞാൽ സ്പ്രെഡും നമ്മളിപ്പോ ഒരു ലോസ് കാര്യങ്ങളൊക്കെ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അവരെ ലാഭമാണ്. പക്ഷെ വിഡ്രോവൽസ് കാര്യങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബി ബുക്ക് ആവുമ്പോൾ ബ്രോക്കർ നമുക്ക് വിഡ്രോവൽ തരണം. എ ബുക്ക് ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് നമുക്ക് വിഡ്രോവൽസ് കാര്യങ്ങൾ തരും. ഇപ്പൊ ഈ ബി ബുക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ വലിയ എമൗണ്ട് ഒക്കെ വിഡ്രോവൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവർ വിഡ്രോവൽ തരാതാവും. എങ്ങനെ ഇപ്പൊ ലോക്കൽ ഒരു ദുബായിൽ മാത്രം കണക്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രോക്കർ കാര്യങ്ങളാണ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നോർമലി ഒരു ലോ വോളിയത്തിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എ ബുക്ക് ബി ബുക്ക് എന്നുള്ള ഒരു പ്രശ്നമില്ല. എവിടെ നമ്മളിപ്പോ ഒരു 10 വർഷമായിട്ട് FSI, സൈപ്രസ്, അമേരിക്ക, ഓസ്ട്രേലിയ അങ്ങനെ റെഗുലേഷൻസ് ഉള്ള വലിയ വലിയ ബ്രോക്കേഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ എ ബുക്ക് ആണോ ബി ബുക്ക് ആണോ എന്നുള്ള ഒരു പ്രശ്നമില്ല. നമുക്ക് വിഡ്രോവൽസ് കാര്യങ്ങൾ അവർ തരും. അപ്പോൾ എ ബുക്ക് ആണോ ബി ബുക്ക് ആണോ എന്നുള്ള പ്രശ്നം നമ്മൾ ചൂസ് ചെയ്യണ ബ്രോക്കർ ഏതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ ബ്രോക്കറെ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യാന്നുള്ളത് അടുത്ത വീഡിയോ നോക്കാം.